ഹായ് സ്റ്റുഡൻസ്, +1 സുവോളജിയിലെ ഒന്നാമത്തെ ചാപ്റ്ററായിട്ടുള്ള ദ ലിവിങ് വേൾഡ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് സുവോളജിയിലെ രണ്ടാമത്തെ ചാപ്റ്ററായിട്ടുള്ള ആനിമൽ കിങ്ഡം എന്ന പുതിയ ചാപ്റ്ററിലേക്ക് ഇനി നമുക്ക് കടക്കാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ആ ഒരു ചാപ്റ്ററിൻ്റെ പേരെന്തായിരുന്നു? ദ ലിവിങ് വേൾഡ് അല്ലേ? അപ്പോൾ ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ ടാക്സോണമിക് കാറ്റഗറീസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൽ ഏറ്റവും ഹയസ്റ്റ് ടാക്സോൺ ഏതായിരുന്നു? കിങ്ഡം അല്ലേ? അപ്പോൾ നമ്മൾ കിങ്ഡം പിന്നെ താഴത്തെ ആ ഒരു ടാക്സോണിലേക്ക് വരുന്നത് എങ്ങനെയാണ്? ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ് ആൻഡ് സ്പീഷീസ് അല്ലേ? അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആനിമൽ കിങ്ഡത്തെ കുറിച്ചാണ്. അതായത് ആ ഒരു ആനിമൽ കിങ്ഡം, അതിൻ്റെ ക്യാരക്ടേഴ്സും, പിന്നെ ആനിമൽ കിങ്ഡത്തിൽ വരുന്ന ഫൈലം, പിന്നെ ആ ഫൈലത്തിൽ വരുന്ന ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്, അവ ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ക്ലാസ്. സോ നമുക്ക് ആദ്യം ഫീച്ചേഴ്സ് ഓഫ് അനിമൽസ് പഠിക്കാം. ഓക്കെ, എന്തൊക്കെയാണ് അനിമൽസിൻ്റെ ഫീച്ചേഴ്സ് എന്നുള്ളത്? യൂകാരിയോട്ടിക് ആണ് അല്ലേ? അതായത് സെൽ വിത്ത് ന്യൂക്ലിയസ് ആൻഡ് സെൽ ഓർഗനൽസ്. അതായത് അനിമൽസിൻ്റെ സെല്ല് എങ്ങനെയുള്ളതാണ്? ന്യൂക്ലിയസ് ഉണ്ട്, പിന്നെ സെൽ ഓർഗനൽസ് ഉണ്ട്. എന്താണ് സെൽ ഓർഗനൽസ് എന്ന് പറഞ്ഞാൽ? കോശാംഗങ്ങൾ അല്ലേ? ന്യൂക്ലിയസ്, മർമ്മം. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ജീവികൾക്ക് പറയുന്നത് എന്താണ്? യൂകാരിയോട്ട് എന്നാണ് പറയുന്നത്. ദെൻ ഹെറ്ററോട്രോഫിക്, ദെൻ മൾട്ടി സെല്ലുലാർ, അതായത് ഒന്നിൽ കൂടുതൽ സെല്ല് ഉള്ളതിനെയാണ് മൾട്ടി സെല്ലുലാർ എന്ന് പറയുന്നത്. ദെൻ മൂവ്മെൻറ്റ് ദാറ്റ് അലോസ് ഫീഡിങ്, റീപ്രൊഡക്ഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ. അതായത് ഈ ആനിമൽസിൽ മൂവ്മെൻറ്റ് നടക്കുന്നത്, അല്ലെങ്കിൽ മൂവ്മെൻറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് നടക്കുന്നത്? ഫോർ ഫീഡിങ്, റീപ്രൊഡക്ഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ. അതായത് ഭക്ഷണത്തിന് വേണ്ടിയിട്ട്, പിന്നെ പ്രത്യുൽപാദനത്തിന് വേണ്ടിയിട്ട്, ദെൻ പ്രൊട്ടക്ഷൻ, അതായത് സംരക്ഷണത്തിന് വേണ്ടിയിട്ടൊക്കെയാണ് എന്ത് നടക്കുന്നത്? മൂവ്മെൻ്റ് ഒക്കെ നടക്കുന്നത്. ദെൻ സ്പെഷ്യലൈസ്ഡ് സെൽസ് ഫോർ സ്പെസിഫിക് ഫങ്ഷൻസ്. അപ്പോൾ ഈ ആനിമൽസിൽ സ്പെഷ്യലായിട്ടുള്ള സെൽസുകളുണ്ട്, അതായത് സ്പെഷ്യലൈസ്ഡ് സെൽസ് ഉണ്ട്. അതായത് സ്പെസിഫിക് ഫങ്ഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെൽസ് ഈ ആനിമൽസ് ഉണ്ട്. അതിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? നെർവ് സെൽസ്, ബ്ലഡ് സെൽസ്, സെക്സ് സെൽസ്. ഓക്കെ, അപ്പോൾ ഇതാണ് ആനിമൽസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. എന്താണ്? സ്പെഷ്യലൈസ്ഡ് സെൽ ഫോർ സ്പെസിഫിക് ഫങ്ഷൻസ്. ദെൻ നോ സെൽ വാൾസ്. ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ജന്തുകോശത്തിന് എന്തില്ല? സെൽ വോൾ ഇല്ല അല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് ഫീച്ചേഴ്സ് ഓഫ് അനിമൽസ് എന്ന് പറയുന്നത്. ഇനി ആനിമൽ കിങ്ഡത്തെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ക്ലാസിഫിക്കേഷൻ എന്നുള്ളത് ഇനി അങ്ങോട്ട് ഈ ചാപ്റ്ററിലൊക്കെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ എന്തിൻ്റെയൊക്കെ ബേസിലാണ് അവയെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്? നമുക്കറിയാം, കിങ്ഡം ആനിമൽസിൽ ധാരാളം ആനിമൽസ് ഉൾപ്പെടുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇവ പരസ്പരം പലതരത്തിലും പലതരത്തിൽ വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. അവരുടെ സെല്ലിൻ്റെ ആ ഒരു ക്രമീകരണത്തിലായാലും, പിന്നെ ബോഡിയിലായാലും, ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ ആയാലും, എല്ലാത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വ്യത്യാസപ്പെട്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആ ഒരു വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവയെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തിൻ്റെയൊക്കെ ബേസിസിലാണ് ഈ ഒരു കിങ്ഡം ആനിമൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. The classification of animals is based on the following characters. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്യാരക്ടേഴ്സിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഇനി പറയാൻ പോകുന്ന ക്യാരക്ടേഴ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് കിങ്ഡം അനിമാലിയയെ എന്ത് ചെയ്തിട്ടുള്ളത്? ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് അറേഞ്ച്മെൻറ്റ് ഓഫ് സെൽസ്. അപ്പോൾ ഓരോ ജീവിയിലെയും സെൽസിൻ്റെ അറേഞ്ച്മെൻറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദെൻ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ, അതായത് ഈ സെൽസിൻ്റെ ആ ഒരു ഓർഗനൈസേഷൻ എങ്ങനെയാണ് എന്നുള്ളത് അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടും എന്ത് ചെയ്തിട്ടുണ്ട്? ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദെൻ ബോഡി സിമെട്രി. ഓക്കെ, അതായത് ബോഡി സിമെട്രി എന്ന് പറഞ്ഞാൽ അറേഞ്ച്മെൻറ്റ് ഓഫ് ബോഡി പാർട്സ് ഓൺ ദി സൈഡ്സ് ഓഫ് ദി മെയിൻ മീഡിയൻ. അതായത് ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ ഈ ഒരു ബോഡി സിമെട്രിയുടെ ഒരു ഒരു ഭാഗം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ടും എന്താണ് ബോഡി സിമെട്രി എന്നുള്ളത് നമുക്ക് പഠിക്കാം. ഓക്കെ, അതായത് ഓരോ ആനിമൽസിൻ്റെയും
ആ ഒരു ബോഡി പാർട്സ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഒരു ഒരു ആക്സിസിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, അപ്പോൾ അതിനെ പറയുന്ന പേരാണ് എന്ത്? സിമ്മട്രി. ഓക്കെ, ദെൻ നേച്ചർ ഓഫ് സീലം. അതായത് സീലം എന്ന് പറഞ്ഞാൽ ക്യാവിറ്റിയാണ്. ഓക്കെ, അതായത് ബോഡി വാളിൻ്റെയും ഗട്ട് വാളിൻ്റെയും ഇടയിൽ കാണുന്ന ക്യാവിറ്റിക്ക് പറയുന്ന പേരാണ് എന്ത്? സീലം. സീലം എന്ന് മലയാളത്തിൽ പറഞ്ഞാൽ നമ്മൾ അറ എന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ, ദെൻ പാറ്റേൺസ് ഓഫ് ഡൈജസ്റ്റീവ്, സർക്കുലേറ്ററി ഓർ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം. അതായത് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെയും സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെയും റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെയും പാറ്റേൺസ് അതിൻ്റെ അടിസ്ഥാനത്തിലും അല്ലെങ്കിൽ അതിൻ്റെ ബേസിസിലും എന്ത് ചെയ്തിട്ടുണ്ട്? ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതായത് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ദഹന വ്യവസ്ഥ. സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ രക്തപര്യന വ്യവസ്ഥ. ഓക്കെ, ദെൻ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ പ്രത്യുൽപാദന വ്യവസ്ഥ. ഓക്കെ, അപ്പോൾ എന്തിൻ്റെയൊക്കെ ബേസിസിലാണ് ആ ഒരു കിങ്ഡം ആനിമൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്? ഫസ്റ്റ് വൺ അറേഞ്ച്മെൻറ്റ് ഓഫ് സെൽസ്, ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ, ബോഡി സിമ്മട്രി, നേച്ചർ ഓഫ് സീലം, ദെൻ ലാസ്റ്റ് വൺ ഈസ് പാറ്റേൺസ് ഓഫ് ഡൈജസ്റ്റീവ്, സർക്കുലേറ്ററി ഓർ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗം എക്സാമിന് ചോദിക്കും. കിങ്ഡം ആനിമാലിയ അല്ലെങ്കിൽ ആനിമൽ കിങ്ഡത്തിൻ്റെ എന്തിൻ്റെയൊക്കെ ബേസിലാണ്, അതായത് അനിമൽ കിങ്ഡത്തെ എന്തിൻ്റെയൊക്കെ ബേസിസിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് എന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കും, ഇവിടെ ചോദിക്കും. അപ്പോൾ എന്താണ് എഴുതേണ്ടത്? ദ അറേഞ്ച്മെൻറ്റ് ഓഫ് സെൽസ്, ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ, ബോഡി സിമ്മട്രി, നേച്ചർ ഓഫ് സീലം, പാറ്റേൺസ് ഓഫ് ഡൈജസ്റ്റീവ്, സർക്കുലേറ്ററി ഓർ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം. അപ്പോൾ ഇതാണ് അവിടെ എഴുതേണ്ടത്. ഓക്കെ, ഇനി നമുക്കും ആ ഓരോന്നും ഓരോന്നിൽ ഉൾപ്പെടുന്നത് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ. ഓക്കെ, അതായത് കിങ്ഡം ആനിമൽസിനെ പല ക്യാരക്ടേഴ്സിൻ്റെയും ബേസിസിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തു എന്ന് പറഞ്ഞു അല്ലേ. അതിൽ ഫസ്റ്റ് ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ, ബോഡി സിമ്മട്രി, ദെൻ നേച്ചർ ഓഫ് സീലം, അങ്ങനെയുള്ള ക്യാരക്ടേഴ്സൊക്കെ നമ്മൾ പറഞ്ഞു. അതിൽ ഫസ്റ്റ് വൺ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ. ഇപ്പോൾ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ എന്താണ്? ഈ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ അതിൽ ഫസ്റ്റ് വൺ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഹിയർ ദ സെൽസ് ആർ അറേഞ്ച്ഡ് ആസ് ലൂസ് സെൽ അഗ്രിഗേറ്റ്സ്. സം ഡിവിഷൻ ഓഫ് ലേബർ, അതായത് ആക്ടിവിറ്റീസ് ഓക്കർ എമംഗ് ദി സെൽസ്. അതായത് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ചില ഓർഗാനിസത്തിൽ അല്ലെങ്കിൽ ചില ആനിമൽസിൽ അല്ലെങ്കിൽ ചില ജീവികളിൽ സെല്ല് മാത്രം, അതായത് കോശം മാത്രമായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അവയുടെ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്നത് ആ ഒരൊറ്റ കോശമായിരിക്കും അല്ലേ. അതായത് ആ സെൽസൊക്കെ അറേഞ്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു ലൂസ് സെൽ അഗ്രിഗേറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഈ ഒരു സെൽസാണ് എന്ത് ചെയ്യുന്നത്? എല്ലാ ആക്ടിവിറ്റികളും ചെയ്യുന്നത്. ഓക്കെ, അതാണ് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഈ അനിമൽ കിങ്ഡത്തിലെ ഫസ്റ്റ് ഗ്രൂപ്പിലൊക്കെ അനിമൽ കിങ്ഡത്തിൽ ഉൾപ്പെടുന്ന ഫസ്റ്റ് ഗ്രൂപ്പിൽ, അതായത് ഫൈലം പൊറിഫറയിലൊക്കെയാണ് ഈ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഒക്കെ കാണുക. അതായത് അവിടെ സെല്ലിൻ്റെ ഒരു അഗ്രിഗേറ്റ്സ് മാത്രമാണ് അത്തരത്തിലുള്ള ഓർഗാനിസത്തിലൊക്കെ കാണുക. ആ ഒരു ഓർഗാനിസത്തിലെ എല്ലാ ആക്ടിവിറ്റീസും ചെയ്യുന്നത് ഈ സെൽസിൻ്റെ ഈ ഒരു അഗ്രിഗേറ്റ് ചെയ്തിട്ടുള്ള ഇത്തരത്തിലുള്ള സെൽസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ വരുന്നത് ഏത് ഫൈലത്തിലാണ്? ഫൈലം പൊറിഫറ, അതായത് സ്പോഞ്ചസ്. ഓക്കെ, ഇപ്പോൾ ഫൈലം പൊറിഫറയിൽ ഉൾപ്പെടുന്ന ഓർഗാനിസമാണ് സ്പോഞ്ചസ്. അപ്പോൾ ഈ സ്പോഞ്ചസ് പിന്നെ ഫൈലം പൊറിഫറ അതിൻ്റെ ക്യാരക്ടേഴ്സൊക്കെ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. നമുക്കത് തുടർന്ന് നമുക്ക് പഠിക്കാം. ഓക്കെ, ദെൻ രണ്ടാമത്തത് ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. അപ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, കോശങ്ങൾ ചേർന്ന് എന്തുണ്ടാവുന്നു? കലയുണ്ടാവുന്നു അല്ലേ. കലകൾ കൂടി ചേർന്ന് അവയവം ഉണ്ടാകുന്നു, അവയവങ്ങൾ എല്ലാം ചേർന്ന് ഒരു അവയവ വ്യവസ്ഥയുണ്ടാവുന്നു അല്ലേ. അപ്പോൾ നമ്മളിവിടെ സെല്ലുലാർ ലെവൽ, പിന്നെ എന്ത് ലെവലാണ്? ടിഷ്യൂ ലെവൽ, ദെൻ ഓർഗാൻ ലെവൽ, ഓർഗാൻ സിസ്റ്റം ലെവൽ, അങ്ങനെ കൂടി വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സെല്ലുലാർ ലെവലാണ് പഠിച്ചിട്ടുള്ളത്. അതിന് എക്സാമ്പിളാണ് എന്ത്? ഫൈലം പൊറിഫറ, അതായത് എല്ലാ ആക്ടിവിറ്റിയും ചെയ്യുന്നത് ചില സെല്ലിൻ്റെ അഗ്രിഗേറ്റ്സ് മാത്രമാണ്. ഓക്കെ, ദെൻ ടിഷ്യൂ ലെവൽ ഓർഗനൈസേഷൻ. ഇവിടെ എന്താണ് പറയുന്നത്? ഹിയർ ദ സെൽസ് പെർഫോമിങ് ദ സെയിം ഫങ്ഷൻ ആർ അറേഞ്ച്ഡ് ഇൻ ടു ടിഷ്യൂസ്. അതായത് ഒരേ ധർമ്മം
ഒരേ ധർമ്മം ചെയ്യുന്ന സെല്ല് കൂടിച്ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? ടിഷ്യൂ ഉണ്ടാവുന്നത് അല്ലേ? അതായത് ഇവിടെ സെയിം ഫങ്ഷൻ പെർഫോം ചെയ്യുന്ന സെല്ലുകൾ കൂടിച്ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? ടിഷ്യൂ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ഓർഗനൈസേഷൻ പറയുന്നത് എന്താണ്? ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്നാണ്. അതിന് എക്സാമ്പിൾ എന്താണ്? ഫൈലം, സിലിൻഡ്രേറ്റ. അതായത് കുറച്ചും കൂടെ ഒരു കിങ്ഡം ആനിമൽസിൽ കുറച്ചും കൂടെ രണ്ടാമത്തെ ആ ഒരു ഫൈലത്തിലേക്ക് നമ്മൾ കടന്നു. ഓക്കെ, അപ്പോൾ ഫൈലം സിലിൻഡ്രേറ്റിൽ ഉൾപ്പെടുന്ന ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ എന്താണ്? ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. ഓക്കെ, ഇനി ഫൈലം പോറിഫെറയിൽ ഉൾപ്പെടുന്ന ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ എന്താണ്? സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ ആ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ ഏതാണ്? ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. ഓക്കെ, ഹിയർ ടിഷ്യൂസ് ആർ ഓർഗനൈസ്ഡ് ടു ഫോം ഓർഗൻസ്. ഈച്ച് ഓർഗൻസ് ആർ സ്പെഷ്യലൈസ്ഡ് ഫോർ എ പെർട്ടിക്കുലർ ഫങ്ഷൻ. അതായത് നമ്മൾ പറഞ്ഞു സെല്ലുകൾ കൂടിച്ചേർന്ന് ടിഷ്യൂ ഉണ്ടായി. ടിഷ്യൂ കൂടിച്ചേർന്ന് എന്തുണ്ടാവുന്നു? ഓർഗൻ ഉണ്ടാവുന്നു അല്ലേ? അപ്പോൾ ഈ ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ടിഷ്യൂ എല്ലാം കൂടെ കൂടിച്ചേർന്നിട്ട് ഓർഗൻസ് ഫോം ചെയ്തു അല്ലേ? അതിൽ ഓരോ ഓർഗാൻസിനും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു പെർട്ടിക്കുലർ ഫങ്ഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ അതിന് എക്സാമ്പിളാണ് ഫൈലം പ്ലാറ്റി ഹെൽമിന്തസ്. ഓക്കെ, അപ്പോൾ ഫൈലം പ്ലാറ്റി ഹെൽമിന്തസിൽ ഉണ്ടാവുന്ന ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ എങ്ങനെയാണ്? ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. കുറച്ചും കൂടെ ആ ഒരു അതിൻ്റെ കോംപ്ലക്സിറ്റി കൂടി അല്ലേ? അപ്പോൾ നമ്മൾ താഴ്ന്ന ആ ഒരു ഓർഗാനിസത്തിൽ നിന്നും ഉയർന്ന ഓർഗാനിസത്തിലേക്ക് വരുംതോറും അതിന് ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ എങ്ങനെയാണ്? അത് കൂടുന്നുണ്ട് അല്ലേ? ടിഷ്യൂ സെല്ലിൽ നിന്നും ടിഷ്യൂയിലേക്ക്, ടിഷ്യൂയിൽ നിന്നും ഓർഗാൻസിലേക്ക് അല്ലേ? അപ്പോൾ ഇതാണ് ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ. പ്ലാറ്റി ഹെൽമിന്തസിൻ്റെ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. ദെൻ നാലാമത്തത് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? ഓർഗൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അവയവ വ്യവസ്ഥ. ഓക്കെ, മൂന്നാമത്തത് അവയവ ആണ്. പിന്നെ അവയവങ്ങൾ കൂടിച്ചേർന്ന് എന്തുണ്ടാവുന്നു? അവയവ വ്യവസ്ഥയുണ്ടാവുന്നു. അതാണ് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്? ഹിയർ വേരിയസ് ഓർഗൻസ് ആർ ഗ്രൂപ്പഡ് ഓർഗൻ സിസ്റ്റം. ഈച്ച് സിസ്റ്റം കൺസേൺഡ് വിത്ത് സ്പെസിഫിക് ഫിസിയോളജിക്കൽ ഫങ്ഷൻ. ഓക്കെ, അതായത് നമുക്ക് നമ്മുടെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ എടുക്കാം അല്ലേ? അതായത് ഉയർന്ന ജീവികളിലൊക്കെ വരുന്ന ആ ഒരു ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. ഓക്കെ, അതായത് വ്യത്യസ്ത ഓർഗൻ കൂടി ചേർന്നിട്ട് ഒരു പ്രത്യേക ഒരു സിസ്റ്റം ഉണ്ടാവുന്നു. അതാണ് ഓർഗൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം നമ്മൾ ഡൈജസ്റ്റീവ് സിസ്റ്റം അല്ലെങ്കിൽ ദഹന വ്യവസ്ഥ എന്ന് പറയും. അതെടുക്കുകയാണെങ്കിൽ ഈ ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ഉൾപ്പെടുന്ന ഓർഗൻസ് എന്തൊക്കെയാണ്? നമുക്കറിയാം നമ്മുടെ മൗത്ത്, അതുപോലെ തന്നെ സ്റ്റൊമക്ക്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ അല്ലേ? ഇതൊക്കെ കൂടി ചേർന്ന് പിന്നെ വേറെ അവയവങ്ങൾ ലിവർ, പാൻക്രിയാസ് എല്ലാം കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? ഒരു സിസ്റ്റം ഉണ്ടാവുന്നത്. ആ ഒരു സിസ്റ്റമാണ് എന്ത്? ഡൈജസ്റ്റീവ് സിസ്റ്റം. ഇതുപോലെ തന്നെ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം ഉണ്ട്, സർക്കുലേറ്ററി സിസ്റ്റം അല്ലെ? സർക്കുലേറ്ററി സിസ്റ്റത്തിൽ ഉൾപ്പെടുന്നത് എന്താണ്? ഹാർട്ട്, വെയിൻസ്, ആർട്ടറി ഇതൊക്കെയാണ് എന്തിൽ ഉൾപ്പെടുന്നത്? ഈ ഒരു സർക്കുലേറ്ററി സിസ്റ്റത്തിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ചെറിയ ജീവികളിൽ നിന്നും വലിയ ജീവികൾ, ഉയർന്ന തലത്തിലുള്ള ജീവികളിൽ എത്തുമ്പോൾ ആ ഒരു ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ കൂടുന്നുണ്ട് അല്ലേ? അപ്പോൾ ലാസ്റ്റ് എത്തുന്ന ആ ഒരു ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ എന്താണ്? ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. അതായത് ഇവിടെ ഈ ഒരു പലതരത്തിലുള്ള ഓർഗാൻസ് ഗ്രൂപ്പായി ചേർന്നിട്ട് ഒരു ഓർഗാൻ സിസ്റ്റം ഉണ്ടാവുന്നു. ഓക്കെ, ഈ ഓരോ ഓർഗാൻ സിസ്റ്റവും എന്ത് ചെയ്യുന്നുണ്ട്? സ്പെസിഫിക് ആയിട്ടുള്ള ഫിസിയോളജിക്കൽ ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. ഇനി അതിനുള്ള എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? ഫൈലം അനലിഡ, ഫൈലം ആർത്രോപോഡ, ഫൈലം മുളുസ്ക്, ഫൈലം എക്കിനോഡേംസ്, ഫൈലം കോർഡെക്സ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഫൈലം, ഈ ഒരു ഫൈലം അതിൻ്റെ ക്യാരക്ടേഴ്സ് ഒക്കെ നമുക്ക് ഇനി പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു സെൽസ് കൂടിച്ചേർന്ന് എന്തുണ്ടാവുന്നു? ടിഷ്യൂ ഉണ്ടാവുന്നു അല്ലേ? ഇപ്പോൾ ഒരേ ഫങ്ഷൻ ചെയ്യുന്ന സെൽസുകൾ കൂടിച്ചേർന്ന് ടിഷ്യൂ ഉണ്ടാവുന്നു. പിന്നെ ടിഷ്യൂ കൂടിച്ചേർന്ന് ഓർഗാൻ ഉണ്ടാവുന്നു. വിവിധ തരം ഓർഗാനുകൾ കൂടിച്ചേർന്ന് എന്തുണ്ടാവുന്നു? ഓർഗാൻ സിസ്റ്റം തന്നെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ലെവൽസ് ഓഫ് ഓർഗനൈസേഷനിൽ ഉൾപ്പെടുന്നത്.
അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഈ ഒരു ലെവൽസ് ഓഫ് ഓർഗനൈസേഷനിൽ ലാസ്റ്റ് പഠിച്ചത് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് അല്ലേ. അപ്പോൾ ഈ ഒരു ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷനിൽ ഉൾപ്പെടുന്ന രണ്ട് തരത്തിലുള്ള സിസ്റ്റം ഉണ്ട്, ഡൈജസ്റ്റീവ് സിസ്റ്റം ആൻഡ് സർക്കുലേറ്ററി സിസ്റ്റം അല്ലേ. ഈ ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റം രണ്ട് തരത്തിലുണ്ട്. ഡൈജസ്റ്റീവ് സിസ്റ്റം ഏതൊക്കെയാണ്? ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം, കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം. എന്താണ് ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ളത്? In Platyhelminthes has only a single opening which serves as both mouth and anus is called incomplete digestive system. Okay, അതായത് പ്ലാറ്റിഹെൽമിന്തസ് ഫൈലം പ്ലാറ്റിഹെൽമിന്തസിൽ ഈ ഒരു ഒരു ഓപ്പൺ ഉണ്ടാവുള്ളൂ, ഒരു സിംഗിൾ ഓപ്പൺ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ഒരു ഓപ്പൺ രണ്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. ഒന്ന് മൗത്തിൻ്റെ ഫങ്ഷൻ എന്താണ്, അതും ചെയ്യുന്നുണ്ട്. ദെൻ ആനസിൻ്റെ ഫങ്ഷൻ എന്താണ്, അതും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു സിംഗിൾ ഓപ്പണിംഗ് ചെയ്യുന്ന രണ്ട് ഫങ്ഷൻ ഉണ്ട്, ഒന്ന് മൗത്തിൻ്റെയും ആനസിൻ്റെയും. അതായത് ഫുഡ് ഇൻടേക്ക് അല്ലേ. മൗത്ത് എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഫുഡ് ഇൻടേക്ക് ചെയ്യുന്നത് മൗത്തിലൂടെയാണ്. ദെൻ ആനസ് എന്താണ്? എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റൊക്കെ ഡിസ്ചാർജ് ചെയ്യുന്നത് ഏത് വഴിയാണ്? ആനസിലൂടെയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു സിംഗിൾ ഓപ്പണിംഗ് പ്ലാറ്റിഹെൽമിന്തസിൽ സിംഗിൾ ഓപ്പണിങ്ങിലൂടെ രണ്ട് ഫങ്ഷനും ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള ഡൈജസ്റ്റീവ് സിസ്റ്റമാണ് എന്ത്? ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചോദിക്കും, ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം ഉള്ള ഓർഗാനിസം അല്ലെങ്കിൽ ഫൈലം ഏതാണ്? ഫൈലം പ്ലാറ്റിഹെൽമിന്തസ്. ഓക്കെ, ദെൻ കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം. അപ്പോൾ ഈ കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുമ്പോൾ രണ്ട് ഓപ്പണിംഗ് ഉണ്ടാവും, അതായത് മൗത്ത് ആൻഡ് ആനസ്. ഓക്കെ, അപ്പോൾ അതാണ് എന്ത്? കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം. ദെൻ ഇനി സർക്കുലേറ്ററി സിസ്റ്റം അതിലോട്ട് വരികയാണെങ്കിൽ രണ്ട് ടൈപ്സ് ഉണ്ട്, ഓപ്പൺ ടൈപ്സ് ആൻഡ് ക്ലോസ്ഡ് ടൈപ്സ്. ഓക്കെ, അപ്പോൾ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ രണ്ട് ടൈപ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ഓപ്പൺ ടൈപ്സും ക്ലോസ്ഡ് ടൈപ്സും. എന്താണ് ഓപ്പൺ ടൈപ്സ് എന്ന് പറഞ്ഞാൽ? Blood in pumped out the heart, cells and tissues are directly bathed in it. ഓക്കെ, അതായത് ബ്ലഡ് ഹാർട്ട് വഴിയാണ് എന്ത് ചെയ്യുന്നത്? പമ്പ് ചെയ്യുന്നത്. പക്ഷേ അവിടെ സെല്ലും ടിഷ്യൂസൊക്കെ എന്ത് ചെയ്യും? ആ ഒരു ബ്ലഡുമായിട്ട് ഡയറക്റ്റായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, അതാണ് എന്ത്? ഓപ്പൺ ടൈപ്സ് എന്ന് പറയുന്നത്. ദെൻ ക്ലോസ്ഡ് ടൈപ്പോ? ബ്ലഡ് ഈസ് സർക്കുലേറ്റഡ് ത്രൂ എ സീരീസ് ഓഫ് വെസൽസ്. അതായത് ബ്ലഡ് ശരീരത്തിൽ സർക്കുലേറ്റ് ചെയ്യുന്നത് ചില വെസൽസിലൂടെയാണ്. അതായത് നമുക്കറിയാം വെയിൻസ് അല്ലേ, സിര, ആർട്ടറി, ധമനി ആൻഡ് കാപ്പിലറീസ്. അതൊക്കെയാണ് ഈ ഒരു ക്ലോസ്ഡ് ടൈപ്പിൽ വരുന്ന ആ ഒരു ബ്ലഡ് വെസൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സർക്കുലേറ്ററി സിസ്റ്റം രണ്ട് തരത്തിലുണ്ട്, ഓപ്പൺ ടൈപ്സ് ആൻഡ് ക്ലോസ്ഡ് ടൈപ്പ്. ഓപ്പൺ ടൈപ്സിൽ എങ്ങനെയാണ്? അവിടെ ബ്ലഡ് സെൽസും ടിഷ്യൂസുമായിട്ട് ഡയറക്റ്റായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടായിരിക്കും അല്ലേ. ബ്ലഡ് സെല്ലും ടിഷ്യൂസൊക്കെ സെൽസും ടിഷ്യൂസൊക്കെ എന്ത് ചെയ്യും? ഡയറക്റ്റായിട്ട് ആ ഒരു ബ്ലഡിൽ കിടക്കും. അതാണ് ഓപ്പൺ ടൈപ്സ് എന്ന് പറയുന്നത്. ക്ലോസ്ഡോ? ഈ ഒരു ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുന്നത് ഈ ഒരു വെയിൻസ്, ആർട്ടറീസ്, കാപ്പിലറീസ് എന്നിവയിലൂടെയാണ്. അതാണ് എന്ത്? ക്ലോസ്ഡ് ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗം എക്സാമിന് ചോദിക്കുന്നതാണ്. ഡൈജസ്റ്റീവ് സിസ്റ്റം എത്ര തരത്തിലുണ്ട്? രണ്ട് തരത്തിലുള്ള ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ട്, ഇൻകംപ്ലീറ്റ് ആൻഡ് കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം. ദെൻ സർക്കുലേറ്ററി സിസ്റ്റം 2 ടൈപ്സ്, ഓപ്പൺ ടൈപ്സ് ആൻഡ് ക്ലോസ്ഡ് ടൈപ്സ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ അല്ലേ. അനിമൽ കിൻഡത്തെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് എന്തിൻ്റെയൊക്കെ ബേസിസിലാണ് എന്നുള്ളത് നമ്മൾ പഠിച്ചു. എന്തൊക്കെയാണ്? ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ, ദെൻ ബോഡി സിമെട്രി, നേച്ചർ ഓഫ് സീലം, പാറ്റേൺസ് ഓഫ് ഡൈജസ്റ്റീവ്, സർക്കുലേറ്ററി ഓർ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. അപ്പോൾ ഇത്തരത്തിലുള്ള ക്യാരക്ടേഴ്സിൻ്റെ ബേസിസിലാണ് അനിമൽ കിൻഡത്തെ ക്ലാസിഫൈ ചെയ്തത് എന്ന് പഠിച്ചു. അതിൽ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ പഠിച്ചു. അതിൽ ഫസ്റ്റാണ് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ഓർഗാൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ഓർഗാൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ അല്ലേ. അപ്പോൾ ഈ ഒരു ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ ആണ് ഈ ഒരു അനിമൽ കിൻഡത്തെ, ഇതിൻ്റെ ബേസിസിലാണ് അനിമൽ കിൻഡത്തെ എന്ത് ചെയ്തിട്ടുള്ളത്? ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ആ ഒരു ക്ലാസിഫിക്കേഷൻ്റെ ബേസ് എന്ന് പറയുന്നത് സിമ്മെട്രിയാണ്, അതായത് ബോഡി സിമ്മെട്രി. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്താണ് ബോഡി സിമെട്രി എന്നുള്ളതും പിന്നെ ആ ഒരു നേച്ചർ ഓഫ് സീലം, എന്താണ് സീലം എന്നുള്ളതൊക്കെ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. സോ
ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് വരാം. താങ്ക് യു.